Hi friends, ഞാൻ നിയാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മല്ലു ക്രിയേറ്റർ. അപ്പോൾ നമ്മുടെ ഒരുപാട് ആഡ്സെൻസ് ആക്റ്റീവായ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞാൻ അവരോടൊക്കെ അവർ ലൈവൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഒരുപാട് ആളുകളോട് പറയാറുണ്ട് സൂപ്പർ ചാറ്റ് ഓപ്പൺ ചെയ്യാനൊക്കെ. അപ്പോൾ അവരെന്നോട് പറയും എന്താണ് സൂപ്പർ ചാറ്റ്, എനിക്കിതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ലല്ലോ, ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ. അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ നമ്മുടെ ആഡ്സെൻസ് ആക്റ്റീവായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്കാണ്. അതായത് യൂട്യൂബിൽ നിന്ന് നമുക്ക് ആഡ്സെൻസ് വഴി അല്ലാതെ നമുക്ക് എങ്ങനെയൊക്കെ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ് നമ്മുടെ ആഡ്സ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആഡ്സെൻസിൻ്റെ അപ്രൂവേഷൻ ഇല്ലാതെ നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ ആഡ്സെൻസ് അപ്രൂവ് ആയ ആളുകൾക്കാണ് നമ്മുടെ ഈ വീഡിയോ എന്ന് ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടൈറ്റിൽ അതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ ടാഗ് എന്നിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഒരുപാട് ആഡുകൾ നൽകുന്നത്. അപ്പോൾ ആഡുകൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് നല്ല ടാഗുകളാണ് നമ്മൾ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ കൂടുതൽ കമ്പനികളെ നമുക്ക് ആകർഷിക്കാനും അതുപോലെ നമ്മുടെ ചാനലിൽ ഒരുപാട് ആഡുകൾ അവർ പബ്ലിഷ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ നല്ല ടാഗുകൾ കൊടുക്കുക. അപ്പോൾ നല്ല ടാഗുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നൊരു വീഡിയോ ഞാൻ മേലെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് നോക്കുക, നമ്മുടെ ഐ ബട്ടണിലുണ്ട്. രണ്ടാമതായിട്ടുള്ളതാണ് സൂപ്പർ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. മുൻപ് ഇത് ട്വിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിലായിരുന്നു ആദ്യം വന്നിരുന്നത്. അതിനുശേഷം ഗൂഗിളും എല്ലാം അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ യൂട്യൂബിലും ഇപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഇഷ്ടപ്പെട്ട കോൺട്രിബ്യൂഷൻസ് നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസ് എന്ന ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് സൈഡിൽ തന്നെ കാണാം സൂപ്പർ ചാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു സൂപ്പർ ചാറ്റ് നിങ്ങൾക്ക് അതിലൂടെ ജസ്റ്റ് ഒരു നമ്മുടെ ടൈറ്റിലും അതുപോലെ കുറച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെറിയ ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്യുന്നതോടുകൂടി നമ്മുടെ സൂപ്പർ ചാറ്റ് നമുക്ക് ആക്റ്റീവ് ആകുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ പറയാം, ഇത് നമ്മുടെ മൊബൈലിലുള്ള ക്രിയേറ്റർ സ്റ്റുഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. നിങ്ങൾ ഗൂഗിൾ ക്രോമിൽ അതൊരു നമ്മുടെ ടേൺ ഓൺ ടു PC മോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സൂപ്പർ ചാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂപ്പർ ചാറ്റ് ആക്റ്റീവ് ആക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിൻ്റെ ചാറ്റ് ചെയ്യുന്ന ടാഗിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ഡോളർ ചിഹ്നം കാണാം. അപ്പോൾ അതിൽ യൂട്യൂബ് ഓരോ സമയത്താണ് ഓരോ പ്രൈസ് മിനിമം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 10 രൂപ മുതൽ അങ്ങോട്ട് ഒരുപാട് രൂപ വരെ 10,000 20,000 വരെയൊക്കെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഡോളറിലാണ് പുറത്ത് വരിക, നമുക്ക് ഇന്ത്യൻ മണിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഗൂഗിൾ പേ വഴിയാണ് നമ്മൾ പേ ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ ഗൂഗിൾ റിവാർഡ്സ് നിന്ന് കിട്ടുന്ന റിവാർഡും നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ സൂപ്പർ ചാറ്റിൻ്റെ എമൗണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കൊരു സംശയമുണ്ടാവും. അപ്പോൾ സൂപ്പർ ചാറ്റിൻ്റെ എമൗണ്ട് നമ്മുടെ റവന്യൂവിലോട്ട് തന്നെയാണ് കയറുക. ആ വീഡിയോയുടെ റവന്യൂവിലോട്ടാണ് അത് മാറുക. അതിനുശേഷം അത് നമുക്കൊരു ടൈം ആകുമ്പോൾ നമ്മുടെ ആഡ്സെൻസിലോട്ട് ഡെപ്പോസിറ്റ് ആവുകയും നമുക്ക് ആഡ്സെൻസിൽ നിന്ന് ബാങ്ക് അക്കൗണ്ടിലോട്ട് വരികയാണ് ചെയ്യുന്നത്. നോർമലായിട്ട് സൂപ്പർ ചാറ്റിൽ നിന്ന് പണം ഉണ്ടാക്കുന്നത് നമ്മുടെ ഗെയിമേഴ്സാണ്. നമ്മുടെ നിക് വ്ലോഗ്സ് ആയാലും നമ്മുടെ ഡൈനാമോയെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൈനാമോ ഒരു വീഡിയോ സ്ട്രീം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സൂപ്പർ ചാറ്റിൽ നിന്ന് മാത്രം പുള്ളിക്കാരന് മിനിമം 30,000 രൂപ ഒരു സ്ട്രീമിൽ ചെയ്യാറുണ്ട്. നമ്മുടെ നിക് വ്ലോഗ്സിനും അത്യാവശ്യം എമൗണ്ടൊക്കെ കിട്ടുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അദ്ദേഹത്തിന് കിട്ടുന്ന അദ്ദേഹം പറയാറുണ്ട് പോയി താങ്ക്സ് ഫോർ ഡൊണേറ്റിംഗ് ദി സൂപ്പർ ചാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ സൂപ്പർ ചാറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കൾ നമ്മൾക്ക് ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ എപ്പോഴും നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ അവരോട് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല, കാരണം നമ്മുടെ ഒരു വീഡിയോ എത്ര നമ്മൾ എഫോർട്ട് എടുത്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം. പക്ഷേ അതിനുള്ള ഒരു ലെവലൊന്നും നമുക്ക് ആ ഒരു ആഡ്സെൻസിൽ നിന്ന് ലഭിക്കുന്നതില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ സൂപ്പർ ചാറ്റ് ഡൊണേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. മൂന്നാമതായിട്ടുള്ളതാണ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം 2018 നമ്മുടെ ഇന്ത്യയിൽ ആക്റ്റീവ് ആയത്. ആദ്യം മെമ്പർഷിപ്പിനുള്ളത് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. പിന്നെ അത് 50,000 ആക്കി. ഇപ്പോൾ 30,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് വരെ മെമ്പർഷിപ്പ് ടാബ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മെമ്പർഷിപ്പ് ടാബ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന് മെമ്പറായിട്ട് ചേരാം. അപ്പോൾ അവർക്ക് ഒരു മാസത്തെ പാക്കേജാണ്. ഇപ്പോൾ ഇബാദക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 159 രൂപയാണ് മന്ത്ലി കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു മെമ്പർ ആവാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മെമ്പർ ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സുകൾ അവർ ഓപ്പൺ ചെയ്യുന്നതാണ്. മെമ്പേഴ്സിനായിട്ട് ലൈവ് ബ്രോഡ്കാസ്റ്റിംഗ്, അതുപോലെ ബാക്ക് സ്റ്റേജ്, അതുപോലെ അവർക്കായിട്ട് സ്പെഷ്യൽ ഇമോജീസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ നമ്മുടെ ട്രൂ സപ്പോർട്ടർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളെ മെമ്പർഷിപ്പ് എടുക്കുന്നതാണ്. അപ്പോൾ ഇബാദക്കയുടെ അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഇബാദക്ക മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് സ്പെഷ്യലായിട്ട് ലൈവ് സ്ട്രീമിംഗ് ചെയ്യാറുണ്ട്. അതുപോലെ അവരുടെ ചാനലിൻ്റെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനേക്കായിട്ട് ഒരു മന്ത്ലി ഫീസ് എന്ന് പറയുന്നത് ഒരു ചെറിയ തുച്ഛമായ ഒരു എമൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് ടാബുകൾ നിങ്ങൾക്ക് മിനിമം 30,000 സബ്സ്ക്രൈബേഴ്സും അതുപോലെ ആഡ്സെൻസ് ആക്റ്റീവ് ആവുകയും നിങ്ങളുടെ ചാനൽ 13 days
അതായത് കഴിഞ്ഞിരിക്കുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കൂ, ഞാൻ വീഡിയോയിൽ ഏറ്റവും ആദ്യം കാണുവാൻ.